ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കുറച്ച് ലേറ്റ് ആയിപ്പോയി, അതുകൊണ്ട് ഞാൻ ഓടിച്ചിട്ട് ഇന്നത്തെ കഥ പറയുകയാണ് കേട്ടോ. അപ്പൊ ഒത്തിരി പേര് കാണാനും കേൾക്കാനൊക്കെ കാത്തിരിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതില്ലെങ്കിൽ ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണം. അതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് വീഡിയോ കാണണേ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാല്ലേ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് വേറെ ആരല്ല, നമ്മുടെ ശ്രുതിയും പിന്നെ നമ്മുടെ ശ്രുതിയുടെ ബോഡി ഗാർഡൻ പൈലിയും ഉണ്ട്. അപ്പൊ അമ്പലത്തിൽ പോയി അവിടെ ചെന്നപ്പോഴത്തേക്കും സ്വാമിജീനെ കണ്ടു. സ്വാമിജി വേറെ ആരുമല്ല, നവീൻ ദാസ് ആണ്. അങ്ങനെ സ്വാമിജി ശ്രുതിനെ കണ്ടതും കല്യാണി എന്ന് പറഞ്ഞിട്ട് കല്യാണി ദേവിയുടെ ഐശ്വര്യം ഉണ്ട് മുഖത്ത് എന്നങ്ങനെ ആക്കി തീർക്കാണ് കേട്ടോ. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്ക് ഭയങ്കര അഭിമാനം. ഇതെന്റെ ഭാര്യ, അല്ലെങ്കിൽ ഇവള് മിടിക്കുക, ഇവള് കാരണമാ ഞാൻ ഈ നിലയിൽ എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നവീൻ ദാസ് പറഞ്ഞു, ഇനിയും നിങ്ങൾ ഇവള് കാരണം ഒരുപാട് നിലയിലെത്താൻ കിടക്കണുണ്ട്. ഇവള് കാരണം നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയും. നല്ല രാശിയുള്ള കുട്ടിയാ എന്ന്. ഇത് കേട്ടത് നമ്മുടെ ശ്രുതിക്ക് പേടിയാവുകയാണ് കേട്ടോ. എന്തൊക്കെയാ വായിൽ നിന്ന് വീഴുന്നതെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ നമ്മുടെ നവീൻ ദാസിന്റെ. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ നവീൻ ദാസ് പറഞ്ഞത്, അതെ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. അല്ല, നിങ്ങളുടെ പേര് സുധി എന്നല്ലേ? അപ്പോഴത്തേക്കും പെട്ടെന്ന്, അതെ, എന്റെ പേര് സുധീന. അതെങ്ങനെയാ മനസ്സിലായത്? അതൊക്കെ എനിക്ക് മനസ്സിലായി, നിങ്ങളുടെ പേര് സുധി എന്നാണെന്ന്. എനിക്ക് ഒരു ദിവ്യദൃഷ്ടിയുണ്ട്. ആ ദിവ്യദൃഷ്ടിയിൽ എനിക്ക് എല്ലാം കാണാനായിട്ട് സാധിക്കും. നിങ്ങളൊരു ബിസിനസ്മാനാണ്, ഒരു ഉയർന്ന ബിസിനസ്മാന്. അതെ, സ്വാമിജി പറഞ്ഞത് സത്യമാ, ഞാനൊരു ബിസിനസ്മാനാ. പക്ഷേ നിങ്ങൾ കുറെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അതെ സ്വാമിജി, ഞാൻ കുറെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അതുകൊണ്ടാ ഈ പൈലി എന്റെ കൂടെ കൂടിയിരിക്കുന്നത്. ഏതായാലും ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണക്കാര് ഒരാള് മാത്രാണ്. അയാള് നിങ്ങളെ പിന്തുടരുന്നുണ്ട്. നിങ്ങൾ അയാളുടെ യഥാർത്ഥ മുഖം കാണാതെ ഇങ്ങനെ അയാളെയും സ്നേഹിച്ചിരിക്കുകയാണ്. ഇത് കേട്ടപ്പം വീണ്ടും നമ്മുടെ ശ്രുതിയുടെ മനസ്സിൽ പടപടപടപടപടപടാ ഇടിക്കുകയാണ് കേട്ടോ. അത്രയ്ക്ക് ഹാർട്ട് ബീറ്റ് കൂടുന്നുണ്ട്. അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു, ബാ ശ്രുതി, നമുക്ക് പോകാം. ഇയാൾ എന്നാക്കെ വിളിച്ചു പറയുന്നത്? വന്നേ, നമുക്ക് പോകാം സുധി. നമ്മൾ ഇതിനാണോ ഇവിടെ വന്നത്? നമ്മള് വേറൊരാളെ കാണാൻ വന്നതല്ലേ? അപ്പോഴത്തേക്ക് സുധി പറഞ്ഞു, അതേ സ്വാമിജി, ഞാൻ ഇവിടെ വന്നതേ വേറൊരാളെ കാണാനാ. പക്ഷേ അയാളെ കാണുന്നില്ല. ദേ, താങ്കൾ കാണാൻ ഉദ്ദേശിച്ച ആളുണ്ടല്ലോ, കുറച്ചു മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നു. അയാളിപ്പോ അങ്ങ് പോയതേ ഉള്ളൂ. ആണോ സ്വാമിജി? അപ്പൊ സ്വാമിജി അയാളെ കണ്ടായിരുന്നോ? ഞാൻ കണ്ടായിരുന്നു. അയാള് എനിക്കൊരു കത്തും തന്നു. ഈ കത്ത് നിങ്ങളെ ഏൽപ്പിക്കാൻ പറഞ്ഞു. സ്വാമിജിക്കൊപ്പം കത്ത് തന്നു അയാള്. എനിക്കും കത്ത് തന്നേ. ഇതാണ് കത്ത് എന്നും പറഞ്ഞ് കത്ത് കൊടുത്തു. ദൈവമേ, നമ്മുടെ കത്ത് നിർത്താൻ വേണ്ടിയാണ് സത്യം പറഞ്ഞിട്ടുണ്ട് സുധി ബോഡി ഗാർഡനെയും കൂട്ടി ഇവിടെ വരെ എത്തിയത്. അപ്പൊ വീണ്ടും കത്തും കിട്ടി. അപ്പൊ ഈ കത്തിൽ എഴുതിയിരിക്കുന്നത് കുറെ സൂചനകളാണ്. അതായത് പേര് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ. ഇത് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചിയല്ല സുധി മാറിയും തിരിഞ്ഞുമൊക്കെ ആ പേരാണോ ഈ പേരാന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞ് പൈലി അത് വായിച്ചപ്പോഴത്തേക്കും അതിനകത്ത് സായും ചീയും എഴുതിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും സച്ചി എന്നിങ്ങനെ പറയാണ്. അപ്പൊ പെട്ടെന്ന്, സച്ചിയോ? അയ്യോ, അപ്പൊ സച്ചിയാണോ? അവനാണോ എന്നെ ഇങ്ങനെ വട്ട് കളിപ്പിക്കുന്നിട്ട്? അപ്പോഴത്തേക്കും സ്വാമിജി പറഞ്ഞു, സച്ചി ആരാ? ദേ, ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഇയാളാണോ കത്ത് സ്വാമിജിക്ക് തന്നതെന്ന് പറയണം. അങ്ങനെ സച്ചിയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോഴത്തേക്കും പെട്ടെന്ന് സച്ചിന് ഓർമ്മ വന്നു നമ്മുടെ നവീൻ ദാസിന്. സച്ചി കാരണമാണല്ലോ നമ്മുടെ നവീൻ ദാസ് ജയിലിൽ പോയത്. ഇത് കണ്ടതും സച്ചി ചോദിച്ചു, ഇതാരാ നിങ്ങൾക്ക് എങ്ങനെ ഇയാളെ അറിയാം? അയ്യോ, എന്റെ അനിയനല്ലേ ഇയാള് എന്റെ സ്വന്തം അനിയന സച്ചി. ഇവൻ എനിക്കിട്ട് പാരപണിയാൻ വേണ്ടി മാത്രമാ ജന്മം കൊണ്ടത്. എങ്കിൽ പിന്നെ ഇയാള് തന്നെയാ എനിക്ക് കത്ത് തന്നെന്ന് നവീൻ ദാസ് അങ്ങ് പറഞ്ഞു. പറയാനുണ്ടോ പിന്നെ? എന്റെ ദൈവമേ, തീർന്നില്ലേ? അപ്പൊ പിന്നെ എന്നെ അവൻ വട്ട് കളിപ്പിച്ചോണ്ടിരുന്ന എന്റെ സമാധാനം നശിപ്പിക്കാനാ. ഞാനാണ് ബിസിനസ് ചെയ്ത് അതും ഇതും ഒക്കെ ഉണ്ടാക്കുന്നതിന് അവന് കുശുമ്പ. അതുകൊണ്ട് തന്നെയാ അവൻ ഇതൊക്കെ ചെയ്തത്. ദുഷ്ടൻ, ക്രൂരൻ. അവനിട്ട് ഞാൻ കൊടുക്കണുണ്ട്. അവനെ ഞാൻ കൊല്ലു. ഇന്ന് ചെല്ലട്ടെ. വാ ശ്രുതി, നമുക്ക് പോകാടി എന്നും പറഞ്ഞ് ശ്രുതിനെയും ബോഡി ഗാർഡനെയും കൂടെ കൂട്ടിക്കൊണ്ട് നേരെ പോവുകയാണ്. എങ്ങോട്ടേക്ക്? നമ്മുടെ ചന്ദ്രോദയത്തേക്ക്. അങ്ങനെ ചന്ദ്രോദയത്തേക്ക് ചെന്നിട്ട് അച്ഛോ അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് ശ്രുതി കയറി ചെല്ലുക. പുറകെ ബോഡി ഗാർഡിനുണ്ട്. അമ്മേ, കണ്ടുപിടിച്ചമ്മേ, ഞാൻ കണ്ടുപിടിച്ചമ്മേ, കണ്ടുപിടിച്ചു ആജ്ഞാതനെ ഞാൻ കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞ് കയറി ചെല്ലുന്നതും ആദ്യം നമ്മുടെ ചന്ദ്ര കാണുന്നത് പൈലീനെയാണ്. പൈലി ഒരു ഒന്നൊന്നര ഇങ്ങനെ പൊക്കമൊക്കെ ആയിട്ടൊരു വലിയൊരു മനുഷ്യനല്ലേ. പൈലിനെ കണ്ടതും കണ്ടുപിടിച്ചോന്നു. നീ ഇയാളെയാണോ കണ്ടുപിടിച്ചോണ്ട് വന്നേക്കുന്നത്? ഇയാൾ ആരടാ? അയ്യോ, ഇയാളെയല്ല, ഇയാളാണ് എന്റെ ബോഡി ഗാർഡൻ പൈലി. ഓ, നിന്റെ ബോഡി ഗാർഡാ ഇത്? അതെ, ഇയാൾ എന്റെ ബോഡി ഗാർഡൻ. അപ്പോഴത്തേക്കും അയാള് നമസ്കാരം അമ്മച്ചി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ.
അപ്പം ചന്ദ്ര അമ്മച്ചിയോ? അപ്പോഴത്തേക്കും അല്ല, നമസ്കാരം എന്നൊക്കെ ഇങ്ങനെ പറയാണ് നമ്മുടെ പൈലി. ഏതായാലും ഈ ഒരു സമയത്ത് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, അല്ല ചന്ദ്രയല്ല ശ്രുതി പറഞ്ഞു, അമ്മേ ആരാണെന്ന് അറിയായിരുന്നോ എന്നെ ഇത്രയും ദിവസം വട്ടി കളിപ്പിച്ചുകൊണ്ടിരുന്നത്, നമ്മളെ തീ തീറ്റിച്ചോണ്ടിരുന്നത്, എന്റെ സമാധാനം നശിപ്പിച്ചത് അവനാ, ആ ഒറ്റ ഒരുത്തൻ അമ്മയുടെ വയറ്റിൽ ജന്മം കൊണ്ടില്ലേ എന്റെ അനിയൻ, അവനാ. സച്ചിയാണമ്മേ എനിക്ക് കത്ത് തന്നോണ്ടിരുന്നത്, അവനാ. അപ്പൊ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, എന്റെ പൊന്ന് ശ്രുതി, നമുക്കത് അറിയില്ലല്ലോ. അറിയില്ലെന്ന് ആര് പറഞ്ഞു? നീ എന്തിനാ സച്ചിയുടെ കൂടെ കൂട്ടി നിൽക്കുന്നത്? സ്വാമിജി പറഞ്ഞല്ലോ, സ്വാമിജി പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലേ? അങ്ങനെയോ ഇങ്ങനെയോ മറിച്ചോ മറ്റാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിയുടെ മെക്കിട്ട് കയറാം. പക്ഷെ ശ്രുതിക്ക് അറിയാം സച്ചി അല്ലെന്ന്. പിന്നെ നമ്മുടെ ശ്രുതി ഒന്നും പറയാനായിട്ട് പോകുന്നില്ല കേട്ടോ, ശ്രുതി ഒന്നും കൂടുതൽ ചോദിക്കാനായിട്ട് പോകുന്നില്ല. അപ്പൊ ശ്രുതി അവിടെ മിണ്ടാതിരിക്കണം. അപ്പോഴത്തേക്കും വർഷയും ശ്രീകാന്തും രവീന്ദ്രനും ഒക്കെ വന്നു. അപ്പൊ രവീന്ദ്രൻ ചോദിച്ചു, ഇവിടെ എന്താ പ്രശ്നം, ഇവിടെ എന്താ പറ്റിയത്? അച്ഛാ, ദേ അച്ഛൻ പൊക്കിക്കൊണ്ട് നടക്കുന്നില്ലേ അച്ഛന്റെ മകൻ, അവൻ എന്ത് തെമ്മാടിത്തരവ് കാണിച്ചതെന്നറിയാമോ? അവൻ എന്നെ ഇത്രയും ദിവസമായിട്ട് വട്ട് കളിപ്പിക്കുമായിരുന്നു അച്ഛാ, വട്ട് കളിപ്പിക്കുമായിരുന്നു. ഇതൊന്നും അച്ഛന് പറഞ്ഞാൽ മനസ്സിലാവില്ല. വെന്തുരുകി ഞാൻ നടന്നു. ദേ ഈ തീറ്റ മാടന് ഞാൻ തീറ്റി പോറ്റാനായിട്ട് എത്ര രൂപ ഉണ്ടായി കയ്യിൽ നിന്ന് പോയി എന്നറിയാമോ? അതെല്ലാം അവൻ കാരണോ. അവനെ കുശുമ്പ, അസൂയ. എന്താടാ സുധി നീ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ശ്രീകാന്ത് ചോദിച്ചു, എന്താ ഈ ഏട്ടന് വട്ടാണോ? ഇയാളൊക്കെ എന്തിനാ കൂടെ കൊണ്ട് നടക്കുന്നത്? ബോഡി ഗാർഡനോ? അല്ല, ബോഡി ഗാർഡിന് മാത്രം കൂടെ കൊണ്ട് നടക്കാൻ മാത്രം എന്ത് പ്രശ്നമാണ് ഏട്ടനുള്ളത് എന്ന് ചോദിച്ചപ്പോ, എനിക്ക് പ്രശ്നമാ, എനിക്ക് ജീവനിൽ കൊതിയുണ്ട്, എനിക്ക് ജീവിച്ച് കൊതി തീർന്നിട്ടില്ല, എനിക്ക് എന്റെ ഭാര്യയുടെ കൂടെ ഇനിയും ജീവിക്കണം, അതുകൊണ്ടാണ് ഞാൻ ഇയാളെ കൊണ്ട് നടക്കുന്നത്. അച്ഛ, എനിക്ക് 3-4 കത്ത് കിട്ടി, ഓരോ കത്തിലും വൻ ഭീഷണി ഭീഷണി ഭീഷണി. ഇത് കേട്ടിട്ട് സമാധാനം നഷ്ടപ്പെട്ടു. ഒരു കത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? ദേ അച്ഛന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കും, ഞാന് ജയിലിൽ പോകും, അല്ല ഞാൻ ജയിലിൽ പോകുന്നില്ല, എന്നെ കൊല്ലും, അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വരും, അതുപോലെ തന്നെ ഒരാൾ ഈ കുടുംബത്തിലെ ഒരാളെ കൊന്നിട്ട് ജയിലിൽ പോകും, ഇങ്ങനെയൊക്കെയാ. അപ്പൊ ഞാൻ കരുതിയത് സച്ചി ആയിരിക്കും ഒരാളെ കൊല്ലുന്നതെന്ന്. പക്ഷെ അവനാണ് ഇതിന്റെ പുറകിലെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എടാ ശ്രീകാന്തെ, നീയാടാ ജയിലിൽ പോകുന്നത്, നീ ആയിരിക്കും മിക്കവാറും ഒരാളെ കൊല്ലാൻ നോക്കുന്നത്. ഏതായാലും ഞാൻ ചാകൂലോ, അപ്പൊ പിന്നെ നീയല്ലേ ഉള്ളൂ. എടാ ആ സച്ചി തന്നെയാടാ, സച്ചി തന്നെ. ഇത് കേട്ടെന്ന് നമ്മുടെ വർഷ പറഞ്ഞു, എന്തൊക്കെ പൊട്ടത്തരവാ സുധിയേട്ടാ വിളിച്ചു പറയുന്നത്, സച്ചേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. അപ്പൊ രേവതി വന്നിട്ട് ഇവിടെ എന്താ സച്ചേട്ടനെ കുറിച്ച് പറയുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും സുധി, ഓ സച്ചേട്ടനെ സപ്പോർട്ട് ചെയ്യേണ്ട ആള് വന്നല്ലോ. എടി നീയും കൂടെ ചേർന്നിട്ടല്ലേടി എന്നെയും എന്റെ ഭാര്യനെയും ഇട്ട് വട്ട് കളിപ്പിച്ചോണ്ടിരുന്നത്, നീയും നിന്റെ കെട്ടിയവനും കൂടെ ചേർന്നല്ലേടി ഞങ്ങൾക്ക് ലെറ്റർ അയച്ചുകൊണ്ടിരുന്നത്. ലെറ്ററോ? എന്ത് ലെറ്റർ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ ലെറ്റർ നിനക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലേ? നിന്നെ മനസ്സിലാക്കിപ്പിച്ച് തരാടി. അവനിങ്ങോട്ട് വരട്ടെ. പൈലി നീ റെഡിയായി നിന്നോ? അവനെ ഇന്ന് കൊല്ലണം. അവനെ ഇന്ന് കൊന്നില്ലെങ്കിലേ അവൻ ഈ വീട് മുട്ടിപ്പിക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര, അല്ലെങ്കിലും അവൻ എന്റെ മകൻ ഇച്ചിരി കാശുണ്ടാക്കുന്നത് കാണുമ്പോ കണ്ണിക്കടിയുള്ളതാ. അവനെ കാർ ഓടിച്ചും ഭൂകെട്ടിയും മാത്രമല്ലേ ഉണ്ടാക്കാൻ അറിയത്തുള്ളൂ. എന്റെ മോൻ വലിയ ബിസിനസ്മാൻ ആയപ്പം അവനെ തകർക്കാനുള്ള അവന്റെ ഐഡിയ. ദേ മനുഷ്യ, നിങ്ങൾക്കറിയത്തില്ല, അവനുണ്ടല്ലോ ഈ കുടുംബം നന്നാകുന്നത് ഇഷ്ടമല്ല, സഹോദരങ്ങൾ നന്നാകുന്നത് ഇഷ്ടമല്ല. അവനെല്ലാവരും ദാരിദ്ര്യം പിടിച്ച് കിടക്കുന്ന കാണാൻ ആഗ്രഹിക്കുന്ന ഒരുത്തരാ. ഇപ്പോഴെങ്കിലും നിങ്ങൾക്കത് മനസ്സിലായല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രവീന്ദ്ര പറഞ്ഞു, എന്റെ പൊന്നു ചന്ദ്രൻ നിർത്തുന്നുണ്ടോ? കഥ അറിയാതെ നീ കഥകളി ആടരുതേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല, അവൻ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ രേവതി പറഞ്ഞു, എന്റെ പൊന്നമ്മേ, ദേ സച്ചേട്ടനെ പറഞ്ഞ എനിക്ക് പിടിക്കില്ല കേട്ടോ. സച്ചേട്ടൻ ഒരിക്കലും ആരും ഈ വീട്ടിലെ ആരും നന്നാകാത്തതൊന്നും ആഗ്രഹിക്കുന്ന ആളല്ല. സച്ചേട്ടന് എല്ലാവരും നന്നാകുന്നത് തന്നെയാണ് ഇഷ്ടം. ഈ വീട്ടിലെ എല്ലാവർക്കും വേണ്ടി സച്ചേട്ടൻ പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ അമ്പലത്തിൽ പോവാത്ത അവരല്ലേ പ്രാർത്ഥിക്കുന്നത്. സച്ചേട്ടൻ പ്രാർത്ഥിക്കാറുണ്ട്. അമ്പലത്തിൽ പോയി മാത്രം പ്രാർത്ഥിച്ചാലേ പ്രാർത്ഥന വരത്തുള്ളൂന്നുണ്ടോ? ദൈവം വിളി കേൾക്കണമെങ്കിൽ മനസ്സറിഞ്ഞ് എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം വിളി കേൾക്കും. ദേ നിങ്ങൾ ഈ പറയുന്നതെല്ലാം വിഡ്ഢിത്തരവാ. എന്റെ സച്ചേട്ടൻ അങ്ങനെ ചെയ്യില്ല. എന്റെ സച്ചേട്ടൻ അത് ചെയ്യേണ്ട ആവശ്യവുമില്ല. പക്ഷേ വർഷയെന്നല്ല ശ്രുതി, നീ ഇന്ന് പറഞ്ഞ് നിന്റെ കെട്ടിയനെ മനസ്സിലാക്കിപ്പിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ശ്രുതി, ഓ രേവതി കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട, നീ നിന്റെ ഭർത്താവിനെ കുറിച്ചല്ലേ പറയത്തുള്ളൂ, നീ നിന്റെ ഭർത്താവിന്റെ സൈഡിലേ നിൽക്കത്തുള്ളൂ. പക്ഷെ സത്യം തന്നെയാണ്. കേട്ടില്ല, എന്റെ ഭാര്യ വരെ കേട്ടതാ, ഒരു സ്വാമിജി പറഞ്ഞതാ അവനാ കത്ത് കൊടുത്തതെന്ന്. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, എന്റെ പൊന്നു ശ്രുതി, നീ ഇവിടെ കിടന്ന് ഇങ്ങനെ ആടിയിട്ട് കാര്യമില്ല. നീ ഒരു കാര്യം ചെയ്യുക, കത്ത് കൊടുത്ത ആരാന്നറിയാൻ പോലീസ് സ്റ്റേഷൻ കൊണ്ട് ഒരു പരാതി കൊടുക്കാൻ. ഇത് കേട്ടത് നമ്മുടെ ശ്രുതി ഞെട്ടിപ്പോയി. അയ്യോ, പോലീസ് സ്റ്റേഷനിലെങ്ങാനും കൊണ്ട് പരാതി കൊടുത്താൽ തീർന്നില്ലേ? നവീനാണെന്ന് കണ്ടുപിടിക്കും. നവീനോട് ചോദിക്കും. നവീൻ പറയും, ഞാന് ശ്രുതിക്ക് ഭീഷണിപ്പെടുത്താൻ വേണ്ടിയാന്ന്. കഥയെല്ലാം വെളിയിൽ വരും. അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രുതി ആകെ പേടിച്ച് നിൽക്കാം. ഏതായാലും ഈ സമയത്ത് രേവതി പറഞ്ഞു, ദേ നിങ്ങൾ എന്റെ സച്ചേട്ടൻ ഇനി പറഞ്ഞാൽ ഞാൻ സഹിക്കില്ലെന്ന്. അപ്പോഴത്തേക്കും ചന്ദ്ര പറയും, ഇറങ്ങടി പുറത്ത്, മതി നിന്റെ ഭരണം ഇവിടെ. ഇനി നീയും നിന്റെ കെട്ടിയനും ഈ വീട്ടിൽ വേണ്ട. ഈ വീട്ടിലുള്ളവര് അതപ്പതിച്ചു പോകാൻ പ്രാർത്ഥിക്കുന്ന നീ നിന്റെ കെട്ടിയനും ഈ വീട്ടിൽ വേണ്ടെന്ന് പറഞ്ഞത്. എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, ആരോടടി നീ ഇറങ്ങിപ്പോകാൻ പറയുന്നത്?
രേവതിയോടോ, ദേ നീ മിണ്ടിപ്പോരെന്ന് പറഞ്ഞപ്പോ ഞാൻ പറയും എന്റെ വീട്ടിൽ താമസിക്കണമെങ്കിൽ എന്റെ അധികാരവും എന്റെ അവകാശവും വേണം. ഇവളൊന്നും ഈ വീട്ടിൽ താമസിച്ചാലേ ഈ വീട് കര കയറത്തില്ല, കെട്ടിയോനെ വിളിച്ചോണ്ട് ഇന്ന് ഇറങ്ങിക്കോണം എന്ന് പറഞ്ഞ് നമ്മുടെ ചന്ദ്ര. അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, ഇറങ്ങിയില്ലെങ്കിൽ അമ്മ എന്ത് ചെയ്യും? അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അമ്മ പറയുന്നുണ്ടല്ലോ നാഴികയ്ക്ക് 40 വട്ടം ഇത് അമ്മയുടെ വീട്, അമ്മയുടെ വീടെന്ന്. ഇത് അമ്മയുടെ വീട് മാത്രമല്ല, ഇത് അച്ഛന്റെ വീടും കൂടെയാ. അച്ഛന്റെ വീടെന്ന് പറഞ്ഞാൽ ഈ മക്കൾക്കെല്ലാം തുല്യ അവകാശമാണ് ഈ വീടിന്. അപ്പൊ പിന്നെ എനിക്കും ഈ വീട്ടിൽ ഒരു അവകാശമുണ്ട്. അങ്ങനെ എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ നോക്കണ്ട, ഞാൻ ഇറങ്ങിപ്പോവില്ല. ഇപ്പൊ ഞാൻ പോവാ സച്ചേട്ടന്റെ അടുത്തേക്ക്. സച്ചേട്ടന്റെ അടുത്ത് എന്നിട്ട് എനിക്ക് സച്ചേട്ടനോട് ചോദിക്കണം ഇത് സച്ചേട്ടനാണോ ചെയ്തതെന്ന്. സച്ചേട്ടൻ നിങ്ങളോട് പറയും, എല്ലാ കാര്യവും തുറന്നു പറയും. അല്ലാതെ സച്ചേട്ടൻ മനസ്സിൽ വെച്ചോണ്ട് ഒന്നും നടക്കില്ല. സച്ചേട്ടന് പിന്നെ ഒളിഞ്ഞിരുന്ന് പാത്തിരിഞ്ഞ് ഇങ്ങനെ കളിക്കേണ്ട ഒരാവശ്യമില്ല. സച്ചേട്ടൻ നേരിട്ട്, സച്ചേട്ടൻ സ്ട്രെയിറ്റ് ഫോർവേഡാ. സച്ചേട്ടൻ നേരിട്ട് തന്നെ എല്ലാവരും നേരിടത്തുള്ളൂ. അല്ലാതെ ഒളിഞ്ഞിരുന്ന് അമ്പ് വിടുന്ന സ്വഭാവമേ എന്റെ സച്ചേട്ടൻ ഇല്ല എന്ന് പറഞ്ഞ് രേവതിയും തുടങ്ങിയിട്ടോ. ഏതായാലും രേവതിയുടെ ഈ ഓരോരോ വാക്കുകൾ കേട്ടിട്ട് നമ്മുടെ രവീന്ദ്രന് സന്തോഷമാണ് കേട്ടോ. കാരണം ഇതുവരെ പ്രതികരിക്കാതിരുന്ന് നമ്മുടെ രേവതി പ്രതികരിച്ചു തുടങ്ങിയില്ല. അപ്പൊ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഞാൻ ഒത്തിരി ഡയലോഗ് ഒന്നും പറഞ്ഞിട്ടില്ല, എന്റെ ഡയലോഗിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഒത്തിരി ഡയലോഗ് പറയാത്തത് വേറെ ഒന്നും കൊണ്ടും അല്ല, ഇന്ന് സമയം താമസിച്ചു പോയല്ലോ, അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ടാറ്റ ബൈ ബൈ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ലൈക്ക് അടിക്കാൻ മറക്കരുത്.